നടിയും മോഡലുമായ പൂനം പാണ്ഡെ മരിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട്. സെർവിക്കൽ ക്യാൻസർ ബാധിച്ചു മരിച്ചുവെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി താൻ തന്നെ പുറത്തുവിട്ട വാർത്തയായിരുന്നു അതെന്നാണ് നടി സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള ചർച്ചകൾ സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. അതിനാണ് മരണത്തെക്കുറിച്ച് അത്തരത്തിലൊരു വ്യാജ വാർത്തയുണ്ടാക്കിയത്. അതിനാൽ ഈ രോഗത്തെക്കുറിച്ച് എല്ലാവരും ചർച്ച നടത്തിയെന്നും നടി വീഡിയോയിൽ പറയുന്നു. ഒപ്പം വേദനിപ്പിച്ചതിന് മാപ്പെന്നും നടി വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടിയുടെ ഔദ്യോഗിക സമൂഹമാധ്യമ പേജിലൂടെയാണ് മരണവാർത്തയെത്തിയത്. പൂനം പാണ്ഡെ മരണത്തിന് കീഴടങ്ങിയെന്നും സെർവിക്കൽ ക്യാൻസർ കാരണമാണ് മരണം സംഭവിച്ചത് എന്നുമായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. പൂനത്തിന്റെ മാനേജറും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ ബോളിവുഡ് താരങ്ങളടക്കം നിരവധി പേർ സമൂഹമാധ്യമങ്ങളിലൂടെയും വിയോഗത്തിൽ ഞെട്ടലും ആദരാഞ്ജലികളും അർപ്പിച്ചു. എന്നാൽ രാത്രി വൈകിയപ്പോൾ തന്നെ മരണവാർത്ത അഭ്യൂഹമാണെന്നും ഇവർ തന്നെ പ്രചരിപ്പിച്ചതാണെന്നും തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. രോഗത്തെ സംബന്ധിച്ച ഒരു വിവരവും പൂനം ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നില്ല. അടുത്ത ദിവസങ്ങളിലായി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രങ്ങളിലും വീഡിയോയിലും ആരോഗ്യവതിയുമായിരുന്നു. മരണത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളോ ബന്ധപ്പെട്ട ആശുപത്രിയോ ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല. ഇതോടെയാണ് വാർത്തയെക്കുറിച്ച് സംശയമുയർന്നത്. അതേസമയം ഇത്തരമൊരു വ്യാജ വാർത്ത സൃഷ്ടിച്ചതിൽ പൂനത്തിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വിമർശനം ശക്തമാണ്. നടിക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നാണ് നിരവധി പേർ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. 2011 ക്രിക്കറ്റിൽ ഇന്ത്യ ലോകകപ്പ് നേടുകയാണെങ്കിൽ നഗ്നയായി എത്തുമെന്ന് പൂനത്തിന്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇന്ത്യ ലോകകപ്പ് നേടിയെങ്കിലും വിവിധയിടങ്ങളിൽ നിന്നുള്ള എതിർപ്പിനെ തുടർന്ന് പൂനം തന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറി. മോഡലിംഗിലൂടെയാണ് പൂനം സിനിമയിലെത്തിയത്. 2013 പുറത്തിറങ്ങിയ നഷ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. തുടർന്ന് ലവ് ഈസ് പോയിസൺ, അദാലത്ത്, മാലിനി ആൻഡ് കോ, ആഗയ ഹീറോ തുടങ്ങി നിരവധി ഹിന്ദി, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിൽ അഭിനയിച്ചു.